ഹലോ നമസ്കാരം. ഇപ്പോൾ നമ്മുടെ GCC വാറിൻ്റെ ഒരു ഇതിൽപ്പെട്ട് കിടക്കുകയാണല്ലോ. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ UAE പോലെയുള്ള ഖത്തർ, സൗദി പോലുള്ള എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അതാത് രാജ്യങ്ങൾ തരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം ഈ മിസൈലൊക്കെ നിർവീര്യമാക്കുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ വന്നിട്ടൊക്കെയാണ് പലയിടത്തും ഡാമേജൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കൂടുതൽ അതാത് രാജ്യങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് UAE ഒക്കെ ആണെങ്കിൽ അവർ തന്നെ പ്രൊട്ടക്ഷന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ താമസിയാതെ തന്നെ എല്ലാ വിമാന കമ്പനികളും വിമാനം സർവീസ് ആരംഭിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവനും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മളവിടെ ചെന്നിട്ടുള്ളത് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ നമ്മുടെ നാട്ടിലെ വാർത്തകളൊക്കെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാൻ അവിടെ എല്ലാ കസ്റ്റമേഴ്സും നമ്മളെ വിളിക്കുമ്പോൾ അവരൊന്നും അവിടെ പ്രശ്നമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും പ്രശ്നമില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്, പെട്ടെന്ന് തന്നെ യുദ്ധം തീരുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ പാനിക്കാവാതെ പറ്റുന്ന ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇപ്പോൾ ഓൾറെഡി അവിടെ ടൈം പ്ലാനൊക്കെ ക്ലോസ് ആക്കിയിട്ടുണ്ട്. ഇവിടെ HDFC ഓൾറെഡി NRIസിന് കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി കമ്പനികളുണ്ട്. അപ്പോൾ ടൈം പ്ലാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ വേഗം ടൈം പ്ലാൻ ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ മാർക്കറ്റൊക്കെ ക്രാഷ് ആയി കിടക്കുകയാണ്. അപ്പോൾ പറ്റുന്നതും ഒന്ന് ലോ ലെവലിൽ വാങ്ങാൻ പറ്റുമെന്ന് നോക്കുക. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഒന്ന് കൂട്ടുക. കാരണം ഇതൊക്കെ ഇങ്ങനത്തെ ക്രൈസിസൊക്കെ കടന്നു പോകും. ഇപ്പോൾ കൊറോണ വന്നപ്പോഴും പലരും ലോകം അവസാനിക്കുക എന്നുള്ള മോഡലൊക്കെ നിന്ന്. അപ്പോൾ ഈ ക്രൈസിസും പെട്ടെന്ന് കടന്നു പോകും. അപ്പോൾ ആ ക്രൈസിസിൻ്റെ സമയത്ത് പരമാവധി ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. പരമാവധി നമ്മുടെ ലൈഫ് സേവ് ആക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ ഫണ്ടും കൂടെ ഒന്ന് സേവ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഫാമിലിയായിട്ട് കണക്ട് ചെയ്തിരിക്കുക. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ജോലികൾ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. അല്ലെങ്കിൽ അതായത് ഇപ്പോൾ അബുദാബിയൊക്കെ ആണെങ്കിൽ അവിടുന്ന് കുറച്ച് മൂവ് ചെയ്യാൻ പറ്റുന്നവർ മൂവ് ചെയ്തിട്ട് അങ്ങനെ സേഫായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളെപ്പോഴും നിങ്ങളോട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓൾറെഡി കസ്റ്റമേഴ്സ് നമ്മളെ വിളിക്കുന്നുണ്ട്, നമ്മൾ അങ്ങോട്ടും കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് എല്ലാ യുദ്ധവും മാറിയിട്ട് എല്ലാവരും പെട്ടെന്ന് ലോകം സമാധാനത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.